ഇന്നർ യു യോഗയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. എല്ലാവർക്കും ഞങ്ങളുടെ പുതുവത്സരാശംസകൾ. അങ്ങനെ 2024 കടന്നുപോയി. നമുക്ക് പലർക്കും പല വിധത്തിലായിരിക്കും 2024 ഉണ്ടായ അനുഭവങ്ങൾ. ചിലർക്ക് ജീവിത വിജയങ്ങൾ ഉണ്ടായിരിക്കാം, ചില പരാജയങ്ങൾ ഉണ്ടായിരിക്കാം, ചിലർക്ക് അതായത് നമ്മളതിന് ഒരു നല്ല പഠനമായിട്ട് തന്നെ കണക്കാക്കാവുന്ന സംഭവങ്ങൾ ഉണ്ടായിരിക്കാം. എന്തു തന്നെ ആയിട്ടുണ്ടെങ്കിലും 2024 നമുക്ക് ലഭിച്ച അനുഭവങ്ങൾ നമ്മളെ ഒരു പുതിയ ആളായി മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്നതാണ്. പുതിയതും കടന്നുപോയ അനുഭവങ്ങളുമെല്ലാം നമ്മളെ വളരാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ പുതിയ വർഷത്തിലേക്കുള്ള ഈ കാൽവയ്പിൽ ആരോഗ്യവും ആത്മീയതയും പ്രാധാന്യമാക്കി നമുക്ക് ഒരു പുതിയ ജീവിതത്തിലേക്ക് കാൽവയ്ക്കാം. ആദ്യമായിട്ട് തന്നെ നമുക്കൊരു 2 മുതൽ 5 മിനിറ്റ് വരെയുള്ള ഒരു ചെറിയ യോഗാസനം ചെയ്യാം. പുതിയ ഊർജം കൈവരിക്കാൻ വേണ്ടി ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പുതുവർഷത്തിൽ നവമായ ഊർജവും ശാന്തതയും ലഭിക്കാൻ ഈ ചെറിയ 3-4 യോഗാസനങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ആദ്യം തന്നെ നമുക്ക് താടാസന ചെയ്യാം. താടാസന ചെയ്യുന്നത് സ്റ്റെബിലിറ്റിക്കും ബാലൻസിനും വേണ്ടിയാണ്. സോ താടാസന ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ ഷോൾഡർ ലെവലിൽ കാലുകൾ വെക്കുക. ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ടിപ്പി ടോസിൽ വളരെ പതുക്കെ നിങ്ങൾക്ക് ഒരു പ്രയർ പോസിലേക്ക് എടുക്കാം. ഇത് ഇൻഹെയിൽ ചെയ്തുകൊണ്ടാണ് എടുക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു 6 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം. 1 2 3 4 5 6. എക്സേൽ ആൻഡ് സ്ലോലി കം ബാക്ക്. അപ്പോൾ ടോസും നമ്മൾ ടിപ്പി ടോസിന് മാറി നേരെയായിട്ട് നിൽക്കുകയും ചെയ്തു. ഇതൊരു 3 പ്രാവശ്യം നമുക്ക് ചെയ്യാം. ഇൻഹേൽ 1 2 3 4 5 6. Exhale. Inhale. 1 2 3 4 5 6. Exhale and relax. അടുത്തത് വീരഭദ്രാസനയാണ്. നിങ്ങളുടെ ഉള്ളിലെ തന്നെ ശക്തി കണ്ടെത്താനുള്ള വളരെ നല്ല ഒരു ആസനയാണിത്. ദിസ് ഈസ് ഫോർ സ്ട്രെങ്ത് ആൻഡ് ഡിറ്റർമിനേഷൻ. സോ കാലുകൾ രണ്ടും അകത്തി വെക്കുക. നമ്മൾ ഏത് ഭാഗത്തേക്കാണോ ഫോർവേഡ് ചെയ്യുന്നത് ആ ലെഗ് മാത്രം 90 ഡിഗ്രിയിലേക്ക് കൊണ്ടുവരാം. ഇത് സ്ട്രെയിറ്റ് ആണ്. അതിനുശേഷം ഇൻഹേൽ ചെയ്തുകൊണ്ട് നമ്മൾ പാരലലായിട്ട് ഇരിക്കുന്നു. ഈ മുട്ടും ആങ്കിളും അലൈൻഡ് ആയിരിക്കണം. ഇൻഹേൽ ആൻഡ് ലുക്ക് ഫോർവേഡ്. കാലുകളുടെ തൈഭാഗം പാരലലായിട്ട് വയ്ക്കുക. 1 2 3 4 5 6. Exhale and come back. ഇത് നമുക്ക് അടുത്ത ഭാഗത്തും ചെയ്യാവുന്നതാണ്. Inhale 1 2 4 5 6. Exhale and come back. ഇത് നിങ്ങൾക്ക് 2 വശത്തും ആയിട്ട് 3 റൗണ്ട് ചെയ്യാം. വജ്രാസനയിൽ ഇരുന്ന ശേഷം നിങ്ങൾക്ക് ഇൻഹേൽ ചെയ്തുകൊണ്ട് കാലിൻ്റെ കുറ്റിയിൽ പിടിക്കാം. 1 2 3 4 5 6. Now exhale and come back to normal and go for child posture. ഇവിടെ നിങ്ങൾക്ക് 3 ബ്രീത്ത് ചെയ്യാവുന്നതാണ്. സോ വജ്രാസനത്തിൽ തന്നെ ഇരുന്ന ശേഷം നിങ്ങൾക്ക് ഇവിടെ തന്നെ ഹോൾഡ് ചെയ്ത ശേഷം ഇൻഹേൽ
Hold, exhale, inhale. 1, 2, 3, 4, 5, 6. Exhale and come back. Inhale, exhale and relax. 1, 2, 3, 4, 5, 6. Inhale and relax. ഇനി നമുക്ക് അനുലോം വിലോം പ്രാണായാമ കുറച്ച് ആവർത്തി ചെയ്യാവുന്നതാണ്. ഇത് ലെഫ്റ്റ് ഹാൻഡ് ധ്യാൻ മുദ്രയിൽ നിങ്ങളുടെ തൈസിൻ്റെ അടുത്തേക്ക് വെക്കാം. റൈറ്റ് ഹാൻഡ് വിഷ്ണു മുദ്രയിൽ പിടിക്കുക. ഇൻഹേൽ ചെയ്തുകൊണ്ട് ലെഫ്റ്റ് നോസ്ട്രിൽ കൂടെ ഇൻഹേൽ ചെയ്യാം. ഹോൾഡ്, റൈറ്റ് നോസ്ട്രിൽ കൂടെ എക്സേൽ ചെയ്യാം. Inhale through the right, exhale through the left. Inhale through the left, exhale through the right. Inhale through the right, exhale through the left. Inhale through the right and exhale through the left. Breathe in, breathe out. Breathe in, breathe out. Breathe in, breathe out. Breathe in and breathe out. Breathe in, breathe out. Breathe in and breathe out. Breathe in, breathe out. Breathe in and breathe out. ഇനി രണ്ട് കൈകളും ധ്യാനത്തിൽ വെച്ച് കുറച്ച് സമയം കണ്ണടച്ച് ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുക. Take a deep breath in and out. Breathe in and breathe out. Breathe in and breathe out. And slowly open your eyes. നമുക്ക് കണ്ണുകൾ അടച്ച് ശവാസനത്തിൽ കുറച്ചു നേരം ഇരിക്കാം. കാലുകൾ രണ്ടും നിവർത്തി രണ്ട് സൈഡിലേക്കായിട്ട് ഫീറ്റുകൾ വെച്ച് റിലാക്സായി കിടക്കുക. കൈകൾ രണ്ടും മലർത്തി തുടയുടെ സമീപത്തേക്ക് വയ്ക്കുക. കണ്ണുകൾ അടയ്ക്കാം. എൻ്റെ വോയിസ് കേൾക്കും. ഇൻഹേൽ ആൻഡ് എക്സേൽ. ഇൻഹേൽ ആൻഡ് എക്സേൽ. Inhale, exhale. Take a deep breath in. Feel how the air is going through your nostrils. നിങ്ങളുടെ നാസ്വാധാരങ്ങളിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അത് മൂക്കിൻ്റെ രണ്ട് സൈഡുകളിലും തട്ടി വിൻ പൈപ്പിലൂടെ ശ്വാസകോശത്തിലേക്ക് പോകുന്നത് സങ്കല്പിക്കുക. ഓരോ ശ്വാസത്തിലും നിങ്ങളുടെ ശരീരത്തിലെ ഓരോ സെല്ലിനും എനർജിയും പ്രാണയും ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ഓരോ എക്സെയിലും ശരീരത്തിൽ നിന്നുള്ള ഇംപ്യൂരിറ്റീസ് എല്ലാം പുറത്തേക്ക് ഓരോ നിശ്വാസത്തിലൂടെയും കളയുന്നു. വീണ്ടും ദീർഘമായ ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ആൻഡ് എക്സിറ്റ്. വിശ്വസിക്കുക. കടന്നുപോയ വർഷത്തിലെ ഓരോ അനുഭവങ്ങൾക്കും നിങ്ങൾ മനസ്സിൽ നന്ദി പ്രകടിപ്പിക്കുക. ഓരോ സംഭവങ്ങളും
നിങ്ങളെ വളരാൻ സഹായിച്ചിട്ടുണ്ട്. നല്ല അനുഭവങ്ങളാവട്ടെ, ചീത്ത അനുഭവങ്ങളാവട്ടെ, അത് നിങ്ങളെ ഒരു മനുഷ്യനെന്ന നിലയിൽ വളരുവാൻ വേണ്ടി സഹായിക്കുന്നു. താങ്ക് യു ലോർഡ്. Take a deep breath in and out. ഞാൻ സന്തോഷത്തിനും സമാധാനത്തിനും വഴിമാറുന്നു. I am opening myself to joy and peace. ഈ വർഷം എനിക്ക് ആവശ്യമുള്ളതെല്ലാം എനിക്ക് ലഭിക്കും. This year I will receive everything I need. I am happy. I'm a new person. Slowly wiggle your legs and hands and slowly sit up. കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. Take a deep breath in. ഇനി കൈകൾ നന്നായി കൂട്ടിത്തിരുമി ചൂട് പിടിപ്പിച്ച ശേഷം പതുക്കെ കണ്ണുകളിലേക്ക് വെച്ച് കണ്ണുകൾ തുറക്കാം. ഹരി ഓം. നമ്മൾ ജീവിതത്തിൽ എല്ലാം നേടാൻ ശ്രമിക്കുന്നതിനെക്കാട്ടിലും നല്ലത് സന്തോഷവും ആരോഗ്യവും നേടുന്നതായിരിക്കും. സന്തോഷവും ആരോഗ്യവും ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം തന്നെ നമുക്ക് പതുക്കെ പതുക്കെ ലഭിക്കുന്നതായിരിക്കും. നമ്മളുടെ ഹാപ്പിനെസ്സാണ് നമ്മളെ ചുറ്റുപാടുകളെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനും നമ്മൾക്ക് എല്ലാം സഹായിക്കും. നമ്മളെല്ലാത്തിനും ഒരു ഇറിറ്റേറ്റഡ് മൂഡോടുകൂടി കണ്ടു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുക. പക്ഷെ നമ്മളൊരു സന്തോഷത്തോടെയാണ് എല്ലാ കാര്യങ്ങൾക്കും അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ അതേപോലെ തന്നെ ആ കാര്യങ്ങളും നല്ല പോലെ തന്നെ നടക്കാൻ നിങ്ങളെ സഹായിക്കും. സോ നല്ല ആരോഗ്യത്തിനും സന്തോഷത്തിനും വേണ്ടി നമുക്ക് യോഗ ചെയ്യാം, നമുക്ക് സന്തോഷകരമായ കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ഒരു പുതുവർഷം നല്ല രീതിയിൽ തുടങ്ങാൻ നമ്മളെല്ലാവർക്കും കൂടി ശ്രമിക്കാം. അതിനുവേണ്ടി ഇന്നർ യോഗ നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടായിരിക്കും. ഇനി ചെറിയ ചില ടിപ്സും കൂടി പറഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം. എവറി ഡേ നിങ്ങൾക്ക് പ്രാണായാമം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. ഇനി അത് ചെയ്യാനുള്ള സമയവും ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഡീപ്പ് ബ്രീത്ത്, ഇൻഹേൽ ആൻഡ് എക്സേൽ നിങ്ങൾ ചെയ്യുക. ഇത് എന്നും ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ ശരീരത്തിന് ഉന്മേഷം പകരാനും സ്ട്രെസ്സുകളെല്ലാം റിലീസ് ചെയ്യാനും വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. 5 മിനിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി തന്നെ മാറ്റി വെച്ചൂടെ. അത് യോഗ ചെയ്യാനോ പ്രാണായാമം ചെയ്യാനോ ഒന്നും സമയമില്ല എന്നുള്ളതാണെങ്കിൽ ജസ്റ്റ് ടേക്ക് ഡീപ്പ് ബ്രീത്ത് ഇൻ ആൻഡ് ഡീപ്പ് ബ്രീത്ത് ഔട്ട്. അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അടുത്ത ടിപ്പ്, എവറി ഡേ ജീവിതത്തിലുണ്ടായ 3 നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നന്ദി പറയുക. അതായത് ഓരോ ദിവസവും പുതിയതാണ്. ഓരോ ദിവസത്തിലും നിങ്ങൾക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ അതിൽ നിന്ന് 3 പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അത് നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ എഴുതി വെക്കാൻ, ജേർണൽ ചെയ്യാം. സോ ദിവസവും 3 കാര്യങ്ങൾ, പോസിറ്റീവ് നിങ്ങളുടെ ദിനത്തിലുണ്ടായ 3 പോസിറ്റീവ് കാര്യങ്ങൾ കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. അതിനുശേഷം അത് പൂർത്തിയാക്കിയ ശേഷം മറ്റേ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. 1-2 കാര്യങ്ങൾ ഒരേ സമയം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഏതും തന്നെ നടക്കാൻ സാധ്യതയില്ലാണ്ടാവും. സോ ഓരോ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് ഓരോ കാര്യങ്ങൾക്ക് ഫോക്കസ് കൂടുതൽ കൊണ്ടുവരിക. 3 ചെറിയ ടിപ്പുകളെ ഇന്ന് എനിക്ക് തരാനുള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നർ യോഗയുടെ വക പുതുവത്സരാശംസകൾ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് എൻ്റെ ഓരോ പുതിയ വീഡിയോയും ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കൾക്കും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്യൂ, ലൈക്സ് ഇടൂ, കമൻസ് ഇടൂ. See you soon.